ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കണ്ണൂർ കൽത്തപ്പമായിട്ടാണ്. നമ്മൾ മലബാറിൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ഈ കൽത്തപ്പം. അപ്പോൾ നമുക്ക് ഈ കണ്ണൂർ കൽത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് ആരും വീണിട്ടുള്ള കൽത്തപ്പം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു 3 മണിക്കൂർ കുതിർത്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ കുതിർത്ത് വെച്ച പച്ചരി ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള്, അതായത് നമ്മുടെ ഈ കാണുന്ന അത്ര ഒരു നുള്ള് അപ്പക്കാരം ചേർത്ത് കൊടുക്കുക, ബേക്കിംഗ് സോഡ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ വെള്ളം ചേർക്കുക. അപ്പോൾ നമുക്കിത് അരച്ചിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം, ലൂസ് കാണിച്ചു തരാം. ഈ ഒരു ലൂസിലേ വേണ്ടൂ. കാരണം എന്നിട്ട് നമുക്ക് ശർക്കരയും കൂടെ ഉരുക്കി ഇതിലേക്ക് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസാവും. അതുകൊണ്ടാണ് ഈ ഒരു ലൂസ് മതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ 2.5 ആണി, അതായത് 2 വലിയ കഷ്ണവും ഒരു അര കഷ്ണവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, അതായത് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉരുകി വരുവേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. എന്നിട്ട് നമ്മുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കൂട്ട് കട്ടയിട്ടിപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലേ അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 6 ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, വലിയ ഉള്ളിയാണെങ്കിൽ ഒരു അര കഷ്ണം വലിയ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്തും കുറച്ചൊന്നും മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അപ്പം ആക്കുമ്പോഴും അതേ തീയിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ വേഗം തന്നെ നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് നമുക്ക് അടച്ചു കൊടുക്കുക. അതിൻ്റെ വിസിലെടുത്ത് മാറ്റണം കേട്ടോ, വെയിറ്റ് എടുത്ത് മാറ്റണം. അപ്പോൾ ഒരു 15-20 മിനിറ്റ് മതിയാവും മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ 15 മിനിറ്റിന് ശേഷം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം നന്നായിട്ട് നമ്മുടെ കൽത്തപ്പം തണുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സൈഡിൽ നിന്നൊക്കെ സ്പൂണിൻ്റെ പിന്ന് വെച്ചിട്ട് ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കൽത്തപ്പമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല എന്താ പറയുക, ഒരു ഇലാസ്റ്റിക് പോലെ കളിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കൽത്തപ്പമാണ്. വെളിച്ചെണ്ണ ഈ 3 ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇത്രയും ഒരു സോഫ്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് ഓരോ സാധനത്തിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ചേർത്താൽ നല്ല പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് നല്ല ഹോള്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, നല്ല ഹോള് വന്നിട്ടുള്ള, പുറകൊക്കെ നല്ല ഹോള് വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടില്ല. നല്ല ഇതാകണ്ടോ, നല്ല വിറക്കുന്ന പോലെയുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള കൽത്തപ്പാണ്. അപ്പോൾ ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. എന്താ ഹോൾസൊക്കെ കണ്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്താൽ മാത്രം പോരാ, കൂടെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത കുഞ്ഞ് ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ മുറിക്കുമ്പോൾ തന്നെ കത്തിയൊക്കെ നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്ക് വശം എപ്പോഴും കുറച്ച് ഹാർഡായിരിക്കും കേട്ടോ. ആ ക്രിസ്പിയോട് കൂടെ തിന്നാൽ കഴിക്കാൻ തന്നെ അതിൻ്റെ ഇത് വരെ തന്നെ ടെക്സ്ചർ എന്ന് വെച്ചാൽ മുകളിൽ നല്ല സോഫ്റ്റും അടിഭാഗം നല്ല ഹാർഡ് രീതിയിലായിരിക്കും. അതുകൊണ്ട് നല്ല നൂല് പോലെ നല്ല ആര് വീണിട്ടുള്ള അപ്പമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.